الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് വിശ്വാസികളായ ഓരോരുത്തരും ഉള്ളത്. ഈ മാസത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടതും പരിഗണിക്കേണ്ടതുമായ ദിവസങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കണക്കാക്കപ്പെടുന്ന ദിവസങ്ങളാണ് നമ്മിൽ നിന്ന് യാത്രയാകുന്നത് എന്ന ബോധം ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കണം എന്നത് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ദിവസമാണ് യൗമു അറഫ, അറഫ ദിവസം എന്നുള്ളത്. ഈ മാസത്തിലെ 8ാം ദിവസം യൗമു തർവിയ എന്നാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ 9ാമത്തെ ദിവസം യൗമു അറഫ, 10ാമത്തെ ദിവസം യൗമുൻ നഹർ. ആ രൂപത്തിലാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് യൗമു അറഫക്ക് ആ നിലക്ക് പേര് നൽകപ്പെടാനുള്ള കാരണം? അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ള കാര്യം, ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന, സംഗമിക്കുന്ന ആളുകൾ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ സംഗമിക്കുന്ന, മനമുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിക്കുന്ന സന്ദർഭമാണ്, ദിവസമാണ് അറഫ സംഗമം എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ പരിചയപ്പെടുത്തിയത് അൽ ഹജ്ജു അറഫ എന്ന. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജിന്റെ ദിവസങ്ങളിൽ, സമയങ്ങളിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതലായി കഴിയുന്നത്, സമയം ചെലവഴിക്കുന്നത് അറഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ആ ദിവസത്തെ ആ രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ ഒരു ദിവസം കൂടിയാണ് യൗമ അറഫ. സൂറത്തുൽ ബുറൂജിന്റെ തുടക്കം വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്ത്യനാൾ തന്നെയാണ് സത്യം. പിന്നീട് അല്ലാഹു നമ്മെ അറിയിച്ചത് വശാഹിദിൻ വമഷ്ഹൂദ് എന്നാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ അത് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ചയെ കുറിച്ചാണ് ആ ആയത്തിൽ ഷാഹിദ് എന്ന് പരിചയപ്പെടുത്തിയത്. മഷ്ഹൂദ്, സാക്ഷിയാക്കപ്പെടുന്ന ദിവസം, അത് യൗമു അറഫയാണ്. ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ 3 ദിവസങ്ങളെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് ആണയിട്ട് പറയുകയാണ്. അതിൽ ഒരു ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്. വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കാനിരിക്കുന്ന ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്. പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകളുണ്ടാകും. ഭൗതികമായ കാര്യങ്ങളിൽ വ്യാപൃതരായി പോകുന്ന, മുഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതിനിടയിൽ ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം യൗമു അറഫ, അതിനെ മറന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസത്തെ നോമ്പ് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒന്നാണ്. ആ ദിവസം എന്നാണോ ഓരോ നാട്ടിലും ഉള്ളവർക്ക് എത്തുന്നത്, അന്നാണ് നോമ്പെടുക്കേണ്ടത്. ചില ആളുകളൊക്കെ വിചാരിച്ചു പോയത് അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന ദിവസം ഇവിടെ നമ്മൾ നോമ്പെടുക്കണം എന്നാണ്. ആ രൂപത്തിലല്ല അറഫ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് മാസം കണ്ടത് എന്നാണോ, അതല്ലെങ്കിൽ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചത് എന്നാണോ, അത് മുതൽ ദുൽഹിജ്ജ 9 ആഗതമാകുമ്പോഴാണ് നാം നോമ്പെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ദുൽഹിജ്ജ 9 ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയാണ്. അന്നേ ദിവസം ഹാജിമാർക്ക് പെരുന്നാളായിരിക്കും. അവർ പെരുന്നാളിന്റെ സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പലരും ഹാജിമാരോട് ഐക്യം പ്രഖ്യാപിക്കുക എന്ന നിലക്ക് ചൊവ്വാഴ്ച ദിവസം അറഫ നോമ്പെടുക്കും. അങ്ങനെ വരുമ്പോൾ ബുധനാഴ്ച അവർ പെരുന്നാൾ ആഘോഷിക്കണം. പല ആളുകളും പെരുന്നാൾ ആഘോഷിക്കാതെ വ്യാഴാഴ്ച എല്ലാവരുടെയും കൂടെ പെരുന്നാൾ കഴിക്കാം. ആ തീരുമാനം എങ്ങനെ കിട്ടിയതാണ്? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല.
വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതോ നിർദ്ദേശിച്ചതോ അനുസരിച്ചല്ല. അവർക്ക് തോന്നി ആ രൂപത്തിൽ അവർ ചെയ്യുന്നു. അതൊരിക്കലും തന്നെ ഒരാരാധനയായി പരിഗണിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം 30 പൂർത്തിയാക്കി ദുൽഹിജ്ജ 1 കടന്നത് പ്രകാരം വരുന്ന ബുധനാഴ്ച യൗമു അറഫയാണ്. ആ നോമ്പിന്റെ പുണ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുകഫിറു സന അൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ ദോഷങ്ങൾ പരിഹരിച്ചു കിട്ടാനുള്ള നോമ്പാണ്. എത്രയോ അബദ്ധങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം നമുക്കറിയില്ല. ഏത് സമയത്താണ് പറഞ്ഞു പോയത്, ചെയ്തു പോയത് നമുക്കറിയില്ല. എണ്ണിയെടുക്കാൻ പറ്റാത്ത വിധം ചെറിയ പാപങ്ങൾ, ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം, പരിഹാരം ഒരു ദിവസത്തെ നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തുടർന്ന് പഠിപ്പിച്ചു, വരുന്ന വർഷത്തെ, ഇനി വരാനുള്ള വർഷത്തിലെ ചെറിയ ദോഷങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്ന, മായ്ക്കപ്പെടുന്ന നോമ്പാണ് യൗമു അറഫയിലെ നോമ്പ്. ഈ സൗഭാഗ്യത്തെ മറന്നു പോകുന്ന, ഈ സൗഭാഗ്യം വേണ്ട എന്ന് വെക്കുന്ന, ആ സൗഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കുന്ന പൈശാചികമായ മനോഭാവം ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്രത്തോളം പ്രാധാന്യമുള്ളതായി, മഹത്വമുള്ളതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റുഇയ ശൈത്വാനു യൗമൻ, പിശാചിനെ കാണപ്പെട്ടിട്ടില്ല ഇത്രത്തോളം നിന്ദ്യനായി, അതുപോലെ തന്നെ അധമനായി, പിശാച് ഇത്രത്തോളം ചെറുതായി പോകുന്ന, അവന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതായ ഒരു ദിവസം ഫി യൗമി അറഫ. അറഫ ദിവസത്തോളം വേറെ ഒന്നില്ല. അത്രത്തോളം വെറുപ്പാണ്, അത്രത്തോളം ദേഷ്യമാണ്. വമാ ദാക ഇല്ലാ ലിമാ റഅ മിൻ തനസ്സുലിർ റഹ്മ. കാരണം അത്രത്തോളം റഹ്മത്ത് ഇറക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ധാരാളമായി ഭൂമിയിലേക്ക് റഹ്മത്ത് ഇറക്കപ്പെടുന്ന ഒരു ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്. ഹാജിമാർ സംഗമിക്കുന്നു, ലോകത്തുള്ളവർ ഇബാദത്തിൽ മുഴുകുന്നു, ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകുന്നു. എല്ലാ നിലക്കും പിശാചിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, അവൻ ഏറ്റവും നിന്ദ്യനായി കാണപ്പെടുന്ന ഒരു ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്. അത്രത്തോളം പ്രാധാന്യവും മഹത്വവും അടങ്ങിയ ദിവസമാണ് വിശ്വാസികളെ നമ്മിലേക്ക് അടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും വലിയ റഹ്മത്തായി തന്നിട്ടുള്ള ദീൻ, ആ ദീനിന്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ഖുതുബ നടത്തി സ്വഹാബത്തിന്റെ മുമ്പിൽ, ഹജ്ജത്തുൽ വദാ. ആ ഖുതുബ ഈ ദിവസമാണ് അവിടുന്ന് നടത്തിയത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാനിതാ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മതത്തിൽ വിശ്വസിക്കേണ്ടതായി, ആചരിക്കേണ്ടതായി, അനുഷ്ഠിക്കേണ്ടതായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നമ്മുടെ വകയായി, ആരുടെ വകയായും ഒന്നും നമ്മൾ ചേർക്കേണ്ടതില്ല, എണ്ണം അധികരിപ്പിക്കേണ്ടതില്ല, പ്രത്യേക സമയം നിശ്ചയിക്കേണ്ടതില്ല, പ്രത്യേക ദിവസം
നാം ആരും എടുക്കേണ്ടതില്ല. എണ്ണവും സമയവും ദിവസവും എല്ലാം കണക്കാക്കി വിശുദ്ധ ഇസ്ലാം ആരാധനകളെ, വിശ്വാസങ്ങളെ പൂർത്തിയാക്കി തന്ന ദിവസമാണ് യൗമ അറഫ എന്നുള്ളത്. നിസാരമായ ഒരു ദിവസമല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മോട് കരാറെടുത്ത ദിവസം കൂടിയാണ് യൗമ അറഫ എന്നുള്ളത്. മനുഷ്യരായ എല്ലാ അടിമകളോടും അല്ലാഹു കരാറെടുത്തിട്ടുണ്ട്. എന്താണ് കരാറ്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ആ സന്ദർഭത്തിൽ ഖാലൂ ബലാ ഷഹിദിനാ, അതെ ഞങ്ങൾ സാക്ഷികളായിട്ടുണ്ട്. നീയാണ് നാഥാ ഞങ്ങളെ റബ്ബ്, ഞങ്ങൾ സാക്ഷികളായിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു കരാർ നമ്മളിൽ നിന്ന് അല്ലാഹു എടുത്തത്? അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾ അറിയാത്തവരായിരുന്നു, നീയാണ് റബ്ബ് എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അറിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരാതി പറയാതിരിക്കാൻ, ആ നിലക്ക് വിലപിക്കാതിരിക്കാൻ, അല്ലാഹുവാണ് റബ്ബ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറായി നമ്മളിൽ നിന്ന് എടുത്ത ദിവസമാണ് യൗമ അറഫ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അഖദൽ മീസാഖ് മിൻ ലഹരി ആദം ബിനഅമാൻ. നഅമാനിൽ വെച്ചുകൊണ്ട്, അഥവാ യൗമ അറഫയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ നിന്ന് കരാർ എടുത്തിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമയുടെ വാഖറജ മിൻ സൽബിഹി കുല്ല ദുർരിയത്തിൻ, എല്ലാ സന്തതികളെയും ആദം നബിയുടെ മുതുകിൽ നിന്ന് അല്ലാഹു പുറത്തു കൊണ്ടുവന്നു. ഫനസറഹും ബൈന യദൈഹി കദ്ദർ, ചെറിയ ധാന്യമണികളെപ്പോലെ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ നമ്മെ വിതറിയെന്നാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെറിയ ധാന്യമണികൾ വിതറിയിടുന്ന പോലെ, ചിതറിയിടുന്ന പോലെ മനുഷ്യരായ നമ്മെ ഇട്ടു എന്നാണ്. എന്നിട്ടോ സുമ്മ കല്ലമഹും, പിന്നീട് അവരോട് സംസാരിച്ചു. ആ സംസാരമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അങ്ങനെ ഒരു ദിവസമാണ് വിശ്വാസികളെ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമി യൗമിൻ, ദിവസമില്ല ഏറ്റവും കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നതായ ഒരു ദിവസം മീ യൗമി അറഫ, അറഫ ദിനത്തേക്കാൾ ഏറ്റവും കൂടുതലായി നരകമോചനം നൽകപ്പെടുന്ന ദിവസമാണ് അറഫ ദിവസം എന്നത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുബാഹി മലായിക, അല്ലാഹു തആല മലക്കുകളോട് അഭിമാനത്തോടെ പറയും അറഫയിൽ സംഗമിച്ചവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടെ പറയും എന്നാണ്. എന്നിട്ടോ മലക്കുകളോട് പറയും, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, അവർ എത്തിയിരിക്കുന്നു. അതൗനി ശഅസൻ ഉബറാ, മുടിയൊക്കെ ജട പിടിച്ച് പൊടി പിടിച്ചവരായി അവരതാ ആ അറഫയിൽ സംഗമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ അടിമകളെ നിങ്ങൾ നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും എന്നാണ്. അത്രത്തോളം അല്ലാഹു അഭിമാനിക്കുന്ന, അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്ന, അല്ലാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ യൗമ അറഫ എന്നത്. ആ ദിവസത്തിൽ അശ്രദ്ധരാകാൻ പാടില്ല. ആ ദിവസത്തിലെ പ്രാർത്ഥനയെ വളരെ കൂടുതലായി പരിഗണിക്കണം. സാധിക്കുന്ന പോലെ ദിക്റുകളിൽ വ്യാപൃതരാകണം. ഏറ്റവും പ്രബലമായ സുന്നത്ത് നോമ്പ് എടുത്തവരായി നമ്മൾ ഉണ്ടാകണം. അല്ലാഹുവിനെ ധാരാളമായി വാഴ്ത്തുന്ന അല്ലാഹു അക്ബർ,
ആ ദിക്ർ ഉരുവിടുന്നവരാകണം. അള്ളാഹുവിനെ കൂടുതലായി സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതലായി പറയുന്നവരാകണം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സുബ്ഹാനല്ലാഹ് ആ ദിക്ർ കൂടുതലായി പറയണം. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതലായി നമ്മെ അടുപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും അഫ്ളലായ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു ദിവസമായി യൗമ അറഫയെ സ്വീകരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളെയും കാര്യമായി തന്നെ പരിഗണിക്കണം. ജമാഅത്ത് നിസ്കാരങ്ങളിൽ, ഖുർആൻ പാരായണത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ദിക്റുകൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ, സുന്നത്തുകളെ ജീവിതവുമായി ചേർത്ത് വെക്കുന്ന കാര്യത്തിൽ ഈ ദിവസങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് നമ്മൾ യൗമ അറഫ ദിനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും വിശ്വാസികളായ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. യൗമ അറഫയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. യൗമ അറഫ കഴിഞ്ഞാൽ വിശ്വാസികളെ കാത്തിരിക്കുന്നത് യൗമുൻ നഹർ അഥവാ അറവിൻ്റെ ദിവസമായിട്ടുള്ള ബലിപെരുന്നാൾ ദിവസമാണ്. ഓരോ വിശ്വാസികൾക്കും കുടുംബത്തോടൊപ്പം, കൂട്ടുകാർക്കൊപ്പം, സമൂഹത്തിലുള്ളവരോടൊപ്പം സന്തോഷിക്കാനും ആനന്ദിക്കാനും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആഘോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് യൗമു ഈദ് അൽ അദ്ഹ, ബലിപെരുന്നാൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെരുന്നാളിൽ നാം പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട മര്യാദകളെ പാലിച്ചുകൊണ്ടായിരിക്കണം സന്തോഷത്തിലും ആനന്ദത്തിലും മുഴുകേണ്ടത്. എല്ലാ അതിരുകളും ലംഘിച്ച് എല്ലാ മര്യാദകളും അവഗണിച്ച് സന്തോഷിക്കുക എന്നത് വിശ്വാസികൾക്ക് മാനസികമായി സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട എല്ലാ മര്യാദകളും, അന്നേ ദിവസം നാം സ്വീകരിക്കേണ്ട വസ്ത്രം, നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം, അവിടെ പോലും ഇസ്ലാം പഠിപ്പിച്ച മര്യാദ കണിശമാക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ഔറത്ത് പുറത്ത് കാണുന്ന രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ അവരുടെ മോഡലായി ഇഷ്ടമായി സ്വീകരിച്ച വേഷവിധാനങ്ങൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കരുത്. അവരുടെ വളർച്ചയിൽ അവരുടെ ഔറത്ത് മറക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രം എന്താണോ അത് അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന, അവരുടെ ശീലമാക്കി മാറ്റുന്ന, അതിനുള്ള ഒരവസരമാക്കി പെരുന്നാളിനെ സ്വീകരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മക്കളുടെ മുടി പ്രത്യേകമായി വെട്ടുന്ന ഒരു സമയമാണ്. മുടിയുടെ അല്പഭാഗം മാത്രം എടുത്ത് അള്ളാഹുവിൻ്റെ ശാപം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാന്റെ ശാപമുണ്ട് എന്നാണ്. എന്തിനാണ് ആ ശപിക്കപ്പെട്ട പണി നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്? ഒരുപക്ഷെ അവർ പ്രായപൂർത്തി എത്താത്ത മക്കളായിരിക്കും. ആ മക്കളെ കൊണ്ട് ശപിക്കപ്പെട്ട പണി ചെയ്യിപ്പിക്കുകയും ബാപ്പമാർ അതിൻ്റെ ശിക്ഷ വാങ്ങാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിൻ്റെ ദിവസം മുസല്ലയിലാണ് നിസ്കരിച്ചത്, പള്ളിയിലല്ല. അതുകൊണ്ട് തന്നെ മുസല്ല എന്ന പ്രബലമായ, ഈദ്ഗാഹ് എന്ന പ്രബലമായ സുന്നത്തിനെ സാധിക്കുന്ന രൂപത്തിൽ
സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസം പ്രത്യേക ഭക്ഷണം കഴിച്ചു പോകേണ്ടതില്ല, കഴിക്കാതെ പോകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്. പോകുമ്പോൾ ഒരു വഴിയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിക്കൽ സുന്നത്താണ്. അതുപോലെ പുരുഷന്മാർ സുഗന്ധമൊക്കെ പൂശി ആ മുസല്ലയിലേക്ക് പോകൽ സുന്നത്താണ്. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചൊല്ലണം, നമ്മളെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കണം. അവർ ധരിച്ച പുതുവസ്ത്രം കാണുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുപാട് മര്യാദകൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെ സന്ദേശം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർത്തുകൊണ്ട് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങനെയുള്ള സന്തോഷമാണ്, ആനന്ദമാണ് വിശ്വാസികളായ നമ്മിലേക്ക് അടുത്തിരിക്കുന്നത്. അന്ന് ബലിയുടെ ദിവസമാണ്. എണ്ണം കാണിക്കാനും വലിപ്പം കാണിക്കാനുമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു സുന്നത്താക്കിയത് അള്ളാന്റെ കൂലി വാങ്ങാനാണ്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടാകും. ഇനി എന്താണ്, നമുക്കതിൻ്റെ കൂലി കിട്ടണം. കൂലി കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് വേണ്ടത്. കുറേ ശബ്ദമുണ്ടാക്കലും തർക്കിക്കലും അതൊന്നുമല്ല ബലിയുടെ വലിപ്പത്തരമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹ്ക്ക് വേണ്ടത് അതിൻ്റെ ഇറച്ചിയല്ല, അതിൻ്റെ രക്തമല്ല. അള്ളാഹ്ക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്, അഥവാ തഖ്വയാണ് അള്ളാഹുവിന് ആവശ്യം. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും പാലിച്ചും പെരുന്നാളിൻ്റെ ദിവസത്തെ സ്വീകരിക്കാൻ വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു. അവർക്ക് അള്ളാഹു നീതിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.